60 കഴിഞ്ഞാൽ അടിമുടി മാറണം. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. എല്ലാവരും ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ ദൈവമേ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോട്ടെ, ഏത് മക്കളെ ഡിപ്പെൻഡ് ചെയ്യണം, നമുക്ക് ഇനിയുള്ള കാലം എങ്ങനെയാണ് എന്നൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങും. വെറും ചിന്തകളാണ്. നമ്മുടെ ഈ കേരളം ഇതൊക്കെ വിട്ടു കഴിഞ്ഞ് അന്യ രാജ്യങ്ങളിൽ പോയാൽ പലരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ ആരും, അതായത് പ്രായമായ അച്ഛനോ അമ്മയോ മക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, ഡിപ്പെൻഡ് മീൻസ് അവരെ ശല്യം എന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഓരോ വീഡിയോയിലും പറയുന്നത് എനിക്ക് പിന്നെ മക്കളില്ലാതെ ആരാണ് അച്ഛനും അമ്മയും നോക്കുന്നത്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് ഈ പറയുന്നത്. അന്യരാജ്യങ്ങളിൽ പോയി പലരും വന്ന് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രായമായവർ ഒറ്റപ്പെട്ടാലും രണ്ടുപേരായാലും അവർ സുഖമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടേതായ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അങ്ങനെ തന്നെ എല്ലാവരും എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി അവരവരുടെ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മൾ പഠിക്കണം. ആ പാവം പിടിച്ച കുട്ടികൾ അവരുടെ മക്കളെ നോക്കി അവർ ജീവിച്ചോട്ടെ. വല്ലപ്പോഴും അവരെ കാണാൻ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരാം, ഒക്കെ ചെയ്യാം. പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കണം. വെറുതെ കുത്തിയിരിക്കരുത് വീട്ടിൽ. നമുക്ക് ആരോഗ്യമുണ്ടോ, എത്ര വയസ്സ് വരെ വേണോ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് മാനസിക ഉല്ലാസത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ കൂട്ടായ്മകളിൽ പോകാൻ പറ്റുമോ എന്നെല്ലാം നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാലോചിക്കണം, നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ളൊരു സന്തോഷമാണ്. അല്ലാതെ ഇനി ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള പറഞ്ഞ് ദുഃഖിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ആരും നോക്കും എന്നൊന്നും പറഞ്ഞ് ദുഃഖിക്കരുത്. അവരവരുടെ കാര്യവും നോക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവരും അത് നേരത്തെ ഒരു മുൻകരുതലെടുക്കണം.